ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പൊതുവെ നമ്മൾ കഥയിലുമുണ്ട് കാര്യം. സ്റ്റോറി തെറാപ്പിയുടെ പല കഥകളും അതിന്റെ മൂല്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിശകലനം ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുജിത്ത് നമ്മൾ പറയുന്നത് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളാണ്. ഒരുപക്ഷെ ആ കഥകൾ നിങ്ങൾ വായിച്ചു കാണും. വളരെ ഹൃദയസ്പൃക്കായ ഒത്തിരി മുഹൂർത്തങ്ങളുള്ള ആ കഥയിലുമുണ്ട് ഒരു കാര്യം എന്ന ഈ എപ്പിസോഡിലൂടെ നമുക്ക് പോകാം. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സുജിത്തിനെയും ക്ഷണിക്കുകയാണ്. സുജിത്ത്, യു ആർ വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ, അത് ഒരു പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പ് എന്റെ ജീവിതത്തിൽ വളരെയധികം എന്നെ സ്വാധീനിച്ച പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ദ മാൻ സെർച്ച് ഫോർ ദ മീനിങ് എന്ന് പറയുന്ന വിക്ടർ ഫ്രാങ്ക്ലിന്റെ ബുക്കാണ്. അതുപോലെ തന്നെ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളും വളരെയധികം സ്വാധീനം ചെലുത്തിയ പുസ്തകമാണ്. കാരണം വിക്ടർ ഫ്രാങ്ക്ലിന്റെയും ആൻ ഫ്രാങ്കിന്റെയും ഒരേ കാലഘട്ടത്തിൽ, അതായത് നാസി പട്ടാളത്തിന്റെ, ഹിറ്റ്ലറുടെ നാസി ക്രൂരതകളുടെ പശ്ചാത്തലത്തിലാണ് ഇത് രണ്ടും എഴുതപ്പെട്ടിരിക്കുന്നത്. കാരണം രണ്ടിലും ഉള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതവുമായി വളരെയധികം കണക്റ്റഡ് ആണിത്. കാരണം ഇതിൽ നിന്ന് ശരിക്കും ലോഗോ തെറാപ്പിയൊക്കെ ഉത്ഭവിച്ചതുപോലെ തന്നെ ഒരു പെൺകുട്ടി, ശരാശരി ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ നോക്കി കാണുന്ന ഒരു രീതിയാണ് ഈ ആ ഡയറി കുറിപ്പുകളിലൂടെ കടന്നു വരുന്നത്. ആ ഡയറി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് 3 ഫേസ് ഉണ്ട് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ലൈഫ് ഉണ്ട്. ഒന്ന് നമ്മൾ പുറമെ കാണുന്നത്, നമ്മൾ പ്രകടിപ്പിക്കുന്നത്. 2 എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് അത്യാവശ്യം ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന നമ്മുടെ പേഴ്സണൽ, നമ്മളുമായി അടുത്ത ആളുകളുമായിട്ടുള്ള ഒരു കണക്ഷനിൽ വരുന്നത്. 3ാമത് വരുന്നത് ആരും അറിയാത്ത, നമുക്ക് മാത്രം അറിയാവുന്ന ഒരു നമ്മൾ. അത് മിക്കവാറും ഈ ഡയറി കുറിപ്പുകളിലൂടെ കടന്നു വരുന്ന സമയത്ത് ആൻ ഫ്രാങ്ക് അത് ആ ഒരു 13 വയസ്സുകാരിയുടെ, അത് 13 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആ ഒരു കാലയളവിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. അമലീസ് മരിയ ഫ്രാങ്ക് എന്നാണ് ആൻ ഫ്രാങ്കിന്റെ മുഴുവൻ പേര്. ആൻ ഫ്രാങ്ക് ജനിച്ചത് 1929 ജൂൺ 12-ാം തീയതിയാണ്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് അതിനുശേഷം 3 വർഷത്തിന് ശേഷം 16ാമത്തെ വയസ്സിലാണ്, 3 വർഷത്തിന് ശേഷമാണ് ആൻ ഫ്രാങ്ക് മരിക്കുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച്. അതിനിടയ്ക്കുള്ള ആ ജീവിതം, അതായത് ഒരു പെൺകുട്ടിയുടെ വ്യഥയും ആകുലതയും പിന്നെ ലോകത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടുകളെയും കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും. കാരണം ഒരു ജന്മദിനത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജന്മദിനത്തിന് 13ാമത്തെ ജന്മദിനത്തിന് ആൻ ഫ്രാങ്ക് കേക്ക് മുറിച്ചുകൊണ്ട് നിൽക്കുന്നു. ചുറ്റും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് 2 കൂട്ടുകാരികളുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ആ ഒരു ടീനേജിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള അത്യാവശ്യ പുറമേ നിന്നുള്ള കാമുക നോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ള സമയത്ത് അവളിങ്ങനെ ആ ഒരു ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ, നീ എന്താണ് ഇങ്ങനെ ദിവാസ്വപ്നത്തിൽ നിൽക്കുകയാണോ, നീ കേക്ക് കെട്ടിയതിനു ശേഷം പെട്ടെന്ന് നിനക്ക് വന്ന സമ്മാന പൊതികൾ തുറന്നു നോക്കൂ എന്ന് പറഞ്ഞ് ആൻ ഫ്രാങ്ക് അവളുടെ സമ്മാന പൊതികൾ അഴിക്കുന്ന സമയത്ത് ഒരു ചുവന്ന നിറത്തിലുള്ള കൊച്ചു പുസ്തകം അവളെ ഹഠാത് ആകർഷിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവൾ കുറെ കാലമായി ആഗ്രഹിച്ചിരുന്നതാണ്. എല്ലാത്തിനും പേരിട്ട് വിളിക്കുന്ന ആൻ ഫ്രാങ്ക് ആ ഡയറിക്ക് ഒരു പേരിട്ടു, കിറ്റി എന്നാണ്, മൈ ഡിയർ കിറ്റി എന്നാണ്. അതിനുശേഷം ആ കിറ്റിയിലൂടെയാണ് ആ 2ാം ലോക മഹായുദ്ധത്തിന്റെ ക്രൂരതകൾ പുറം ലോകം അറിയുന്നത്. ഇല്ലെങ്കിൽ അതിന്റെ ഒരു വാങ്മയ ചിത്രമാണ് നമുക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ, ആ ഡയറി കുറിപ്പിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവുന്നത്. ആ ഡയറി കുറിപ്പ് 3 വേഷനായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഒരു കൗമാരത്തിലേക്ക് എത്തുന്ന കുട്ടിയുടെ ചിന്തകളായിട്ട്, 2 ഒരു കൗമാരക്കാരിയുടെ കുറച്ചും കൂടി മെജോറിറ്റി ആയിട്ടുള്ള ഒരു മെച്യൂർഡ് ആയിട്ടുള്ള, അങ്ങനെ 3 രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതില് ആ 13ാമത്തെ ജന്മദിനത്തില് അതിനു മുമ്പ് ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ സമയത്ത് ഹിറ്റ്ലറുടെ സോഷ്യലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സമയമാണ്. 1% വരുന്ന ജൂതരോട് വളരെ ക്രൂരമായ രീതിയിലാണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. കാരണം ജൂയിഷ് ആയിട്ടുള്ള IAS ഓഫീസേഴ്സിനെ എല്ലാം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക,
അവരുടെ കടകളെ ആക്രമിക്കുക, പുറത്തിറങ്ങി നടക്കാനോ ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വംശവെറിക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ നേർക്കാഴ്ച അനുഭവങ്ങളുടെ ആ ഒരു ഇതിലാണ് ആൻ ഫ്രാങ്ക് വിവരിക്കുന്നത്. ശരിക്കും ആൻ ഫ്രാങ്ക് ജനിക്കുന്ന സമയത്ത് ആൻ ഫ്രാങ്കിന് 3 വയസ്സുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. മാർഗരറ്റ് എന്നാണ് പേര്. ആ ചേച്ചിയോടൊപ്പം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കറിയാമായിരുന്നു, കാരണം ജൂതരെല്ലാവരും തന്നെ കൂട്ടത്തോടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം വിഷമകരമായ ഒരവസ്ഥയിലായിരുന്നു ജർമ്മനി അന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഹോളണ്ടിലേക്ക് അവര് പോവാൻ തീരുമാനിക്കുകയും അങ്ങനെ ഹോളണ്ടിലേക്ക്, അതായത് ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്തു. ആ സമയത്ത് ഈ ജൂയിഷ് കുടുംബത്തിൽ ബാങ്കിങ് സെഗ്മെന്റ് ആയിരുന്നു അവർ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാ ബാങ്കുകളും തകർന്നതുപോലെ തന്നെ ഇവരുടെ ബാങ്കും തകർന്നു. പക്ഷെ ഇവർ സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റു ബിസിനസ്സുകളിലേക്ക് ഓട്ടോ ഫ്രാങ്ക് ശ്രദ്ധ ചെലുത്തുകയും എന്നുള്ള സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയും ആ ജൂത കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവര് ഹോളണ്ടിലെ ആംസ്റ്റർഡാമിലേക്ക് മാറി. ആദ്യം അച്ഛനും അമ്മയും പോയി, പിന്നെ ചേച്ചിയെ കൊണ്ടുപോയി. അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് ആൻ ഫ്രാങ്ക് അവിടെ ചെല്ലുന്നത്. ആൻ ഫ്രാങ്കും ആൻ ഫ്രാങ്കിന്റെ ചേച്ചിയും അവിടെയുള്ള ഒരു സ്കൂളിൽ ചേരുകയും അവരെ പഠനം ആരംഭിക്കുകയും ചെയ്തു. അവിടെ ഒരു ജ്യൂസ് കമ്പനിയാണ് അവർ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്. അതും ലാഭകരമായ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആൻ ഫ്രാങ്ക് ഡയറി എഴുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഡയറി എഴുത്തിൽ അവൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആ സമയത്ത് എന്താണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്രമാത്രം ജൂത വിരോധം കൊണ്ടു നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവൾ ആ ഒരു സമയത്ത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ള കാര്യങ്ങളും ചുറ്റുപാടുകളെല്ലാം തന്നെ ആ കുട്ടിയുടേതായ രീതി. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ ടീനേജിലുള്ള കുട്ടി, എനിക്കും ടീനേജുകാർ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ടീനേജിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളായ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ടീനേജുകാരെ കൈകാര്യം ചെയ്യൽ വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് എന്തിനെക്കുറിച്ചും അഭിപ്രായമുണ്ടാവും. ലോകത്തുള്ള ഏത് കാര്യങ്ങളെ കുറിച്ചും സ്വന്തമായ അഭിപ്രായം പറയുന്നവരാണ് അവര്. പലപ്പോഴും നമ്മളൊക്കെ പക്വതയില്ലാത്തവരെന്നൊക്കെ പറഞ്ഞ് അവരുടെ അഭിപ്രായത്തിന് അത്രമാത്രം വലിയ വാല്യൂ കൊടുക്കാറില്ല. പക്ഷെ നമ്മളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പ്രായത്തിന് മേലെയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവരിൽ ഉണ്ടാവാറുണ്ട്. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ടീനേജുകാരിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലോകത്തെ നോക്കിക്കാണുന്ന പ്രതീക്ഷയുടെ ലോകത്തെ നോക്കിക്കാണുന്ന ഒരു ആൻ ഫ്രാങ്കിനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആ അനുഭവങ്ങളെയെല്ലാം അതേപോലെ തന്നെ എഴുത്തിലൂടെ ഒരു വാങ്മയ ചിത്രമായിട്ടാണ് നമ്മളെ അതിൽ കാണിക്കുന്നത്. അങ്ങനെ ഹോളണ്ടിൽ എത്തുകയും ആംസ്റ്റർഡാമിലെ താമസം ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെയധികം സന്തോഷകരമായിരുന്നു. കാരണം ഞായറാഴ്ചകളിലൊക്കെ അത്യാവശ്യം പുറത്തു പോവുക, അങ്ങനെയൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായ ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു നോട്ടീസ് വരുന്നത്. ഈ നോട്ടീസ് വരുന്നതിന് മുമ്പ് തന്നെ, ഈ ഒരു സംഭവമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ആൻ ഫ്രാങ്ക് ഒരിക്കൽ ഒരു ഞായറാഴ്ച പുറത്ത് തന്റെ സുഹൃത്തിനോടൊപ്പം പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലുള്ള പല സാധനങ്ങളും അപ്രത്യക്ഷമാകുന്ന കാണാറുണ്ട്. സോഫ സെറ്റ് കാണുന്നില്ല, പലതും കാണുന്നില്ല. അപ്പോ അവൾ അച്ഛനോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പം ഇത് ജൂതന്മാർ വന്ന് എടുത്തിട്ട് നാസിക്കാര് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലതല്ലേ എന്നാണ് പറഞ്ഞത്. പിന്നീട് അവൾക്ക് മനസ്സിലായി, ഒരു ഒളി സങ്കേതത്തിലേക്ക്, ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് ഇതെല്ലാം മാറ്റുകയാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു നോട്ടീസ് വരുന്നു. അതായത് ചേച്ചി മാർഗരറ്റിനെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്, അവിടെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ ജോലിക്ക് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ അതികഠിനമായ ജോലിയിലേക്കാണ് പോകുന്നത്. അപ്പം ആ കുട്ടിയെ അയക്കാൻ വേണ്ടി, അവള് ഒരിക്കലും അയക്കില്ല എന്ന് ആൻ ഫ്രാങ്കിന് അറിയാമായിരുന്നു. അപ്പം ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവർ തീരുമാനം എടുക്കുന്നു. അന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ചേച്ചിയാണ് കാണുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ 5:30 പെട്ടെന്ന് പരമാവധി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവര് പോവാൻ തീരുമാനിക്കുന്നു. എങ്ങോട്ടാണെന്ന് അറിയില്ല. ആ സമയത്ത് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പരമാവധി ഉടുപ്പുകൾ ഇടിയിപ്പിച്ചു. കാരണം മേത്ത് ഇടാൻ പറ്റുന്ന അത്ര ഉടുപ്പുകൾ ഇടിയിപ്പിച്ചു. ശരിക്കും ആൻ ഫ്രാങ്കിന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത്. അതിനുശേഷം അവരെ പെട്ടെന്ന് തന്നെ അവരുടെ ഓഫീസിലേക്ക്, ആ ഓഫീസിന്റെ ഉള്ളിലായിട്ട് ഒരു
വലിയ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു ലൈബ്രറിയുടെ തൊട്ടു പുറകിലായിട്ട് ലൈബ്രറിയിൽ ഷെൽഫ് മാറ്റി കഴിഞ്ഞാൽ ഒരു ഡോർ ഉണ്ടാവും. ആ ഡോറിനുള്ളിലേക്ക് കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആദ്യം കാണുന്ന ഒരു ബാത്റൂമാണ്. അതിനുശേഷം ചെറിയൊരു ആളുകൾക്ക് താമസിക്കാനുള്ളത്. അതിനുശേഷം 2 നിലകളിലായിട്ട് ഏറ്റവും മേലെ മച്ചാണ്, അതിന് താഴെയായിട്ട് ഒരു, അങ്ങനെ ആൻ ഫ്രാങ്ക് മാത്രമല്ല 8 പേരാണ് അവിടെ താമസിച്ചിരുന്നത്. മറ്റു കുടുംബങ്ങളും ആൻ ഫ്രാങ്കിന്റെ ഓട്ടോ ഫ്രാങ്കിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളും അദ്ദേഹത്തിന്റെ കൂടെ അവിടെ താമസിക്കുക. അവർ 2 പേരും അവരുടെ മകൻ പീറ്റർ, 16-കാരനായ പീറ്ററും ഇവരോടൊപ്പം ഈ ഒരു ക്യാമ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം അവരവിടെ എത്തി ഇതിനുള്ളിൽ ചെന്ന സമയത്ത് ആൻ ഫ്രാങ്കിന് ഒരു പരിഭവം ഉണ്ടായിരുന്നു. കാരണം മുറി വളരെ ചെറുതല്ലേ എന്ന്. അപ്പം ചേച്ചി മാർഗരറ്റ് പറഞ്ഞു കൊടുത്തു, കോൺസെൻട്രേഷൻ ക്യാമ്പിലെ വിശാലതയേക്കാൾ നല്ലതല്ലേ എന്ന് ചോദിച്ച സമയത്ത് ആൻ ഫ്രാങ്ക് നിശബ്ദയായി എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ പരിമിതികളോട് അവര് പൊരുത്തപ്പെട്ട് വന്നു. ആദ്യം തന്നെ ചെന്നത് അവരുള്ളിൽ കയറി ജനലെല്ലാം കറുത്ത പേപ്പർ കൊണ്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. അതായത് പിന്നീട് വരുന്ന കുറെ കാലത്തോളം ഒരു കുടുംബം ഒരു നിലവറയ്ക്കുള്ളിൽ, ഇപ്പൊ നമുക്ക് അറിയാം എന്തുമാത്രം സ്ട്രെസ് ഉണ്ടാവും, എത്രമാത്രം മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയാണ്. പുറം ലോകവുമായിട്ടൊരു കണക്ഷനും ഇല്ലാതെ കിളികളെ പിടിച്ച് പാറി നടക്കാൻ ഇഷ്ടപ്പെടുന്ന കിളികളെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്നത് പോലെ അവരാ ചുമരുകൾക്കുള്ളിലേക്ക് ഒതുക്കപ്പെട്ടു. ശരിക്കും പരിമിതമായ സൗകര്യമാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസാണ്. അവിടെ ആ ഫാക്ടറിയിൽ ജോലിക്കാർ വരുന്നുണ്ട്. ഇതിൽ 2 പേർക്ക് മാത്രമാണ് അറിയാവുന്നത്. 3 പേര് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ബാക്കിയുള്ളവർക്ക് അറിയില്ല. അപ്പം ഈ ബാത്റൂമില് സാഹചര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പകല് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. കാരണം ശബ്ദം ഉണ്ടാക്കരുത്. കാരണം പുറമേ നിന്നുള്ള ശബ്ദം ഇവർക്ക് കേൾക്കാം. ഇപ്പുറത്ത് വർക്ക് നടക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഇവർക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷെ അതിനുള്ളില് ആ ഒരു രാവിലെ മുതൽ മിണ്ടാൻ പറ്റില്ല. ഒച്ചത്തിൽ സംസാരിക്കാനോ ചുമയ്ക്കാനോ പോലും പറ്റില്ല. രാത്രി വരെ, അതായത് 5 മണിക്ക് ജോലിക്കാർ പോകുന്നത് വരെ. 5 മണി ജോലിക്കാർ പോയതിനു ശേഷം അവിടെ ചെറിയ ഒരു ബാത്ത് ഉണ്ട്, അതിൽ നിന്നും വെള്ളം മുക്കി അവർ കുളിക്കുമായിരുന്നു എന്നവർ. അതുവരെ നിശബ്ദരായി അടക്കിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ട് 8 പേരാണ് ആ ഒരു റൂമിൽ, ആ ഒരു അപ്പാർട്ട്മെന്റ്, ആ ചെറിയ ഇതിനുള്ളിൽ താമസിച്ചിരുന്നത്. ലിനക്സ് എന്നാണ് തോന്നുന്നു അതിനെ വിളിച്ചിരുന്നത് ആ ഒരു ഇതില്. അപ്പം ആ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കാഴ്ചപ്പാടുകൾ, ലോകത്തെക്കുറിച്ചുള്ള അവളുടെ ചിന്തകൾ, അതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തുമായിരുന്നു. അതില് ആദ്യമായിട്ട് ഡയറി എഴുതിയ സമയത്ത് അവൾ ഈ ജൂതരുടെ ഈ പീഡനങ്ങളെ കുറിച്ച്, കൊടിയ പീഡനങ്ങളെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇവർക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു കിളിവാതിലുണ്ട്. അതായത് ജനലുകൾ അടച്ചിട്ടുള്ളതിൽ നിന്ന് പുറമേക്ക് നോക്കിക്കൊണ്ട് ചേച്ചിയും അനിയത്തിയും പുറം ലോകത്തെ നോക്കിക്കാണുമായിരുന്നു. അപ്പം പിടിക്കപ്പെടുന്ന ഹോളണ്ടിലേക്ക് എത്തി. ആ സമയത്ത് സംഭവിച്ചൊരു കാര്യം, ഹോളണ്ടും ജർമ്മനി കീഴടക്കിയിരുന്നു ആ സമയത്ത്. അപ്പൊ ജർമ്മനിയുടെ അധികാരത്തിൽ തന്നെയാണ് വരുന്നത്. അവിടുന്ന് ആര് പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകും. ആ സമയത്ത് ആ ഒരു താമസം, അതിനെ നമ്മൾക്ക് ശരിക്കും ആ ഒരു പുസ്തകത്തിലൂടെ, ആ കുട്ടിയുടെ ചിന്തകളിലൂടെ, അവളുടെ ആ ഒരു കാൽപ്പനിക ഭാവനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത്, റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കി നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. ആ ഒരു പ്രതികൂല സാഹചര്യത്തിലും ആ 13-കാരിയായ ടീനേജുകാരി ലോകത്തിനെ വ്യത്യസ്തമായ രീതിയിലാണ് നോക്കിക്കണ്ടത് എന്ന്. കാരണം അവിടെ പ്രതീക്ഷയുണ്ട്. കാരണം വൈകുന്നേരങ്ങളിൽ BBC, സാറേ ഹലോ, ഒരു ചെറിയ, ഞാൻ ഇത് ബാറ്ററി ലോ ആണ്. ഓക്കെ, അപ്പോ ചാർജർ ഇല്ല, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ടാവും. ഓക്കെ, അപ്പോ കോൺസെൻട്രേഷൻ ക്യാമ്പില് ഇതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവര് ഞങ്ങളെ, അവൾ എഴുതിയതാണ് ബുക്കിൽ, ഡയറിയിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഞങ്ങളെ കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കി. അതിനുശേഷം ഞങ്ങളോട് വാഹനങ്ങൾ പുറത്തിറക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ സൈക്കിളെങ്കിലും ഓടിക്കാമല്ലോ എന്ന് ആശ്വസിച്ചിരുന്നു.
പക്ഷെ സൈക്കിൾ പോലും 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സൈക്കിൾ പോലും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പൊതുനിരത്തുകളിൽ വൈകുന്നേരങ്ങളിൽ ഇറങ്ങാൻ പാടില്ല. അങ്ങനെ പല രീതിയിലും കൊടിയ പീഡനത്തിന് വിധേയരാണ്. അത് ശരിക്കും വ്യക്തമായിട്ട് ആ ബുക്കിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് അവിടെ അവർക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണ കാര്യങ്ങളെ കുറിച്ച്, കാരണം അത്രമാത്രം പ്ലാൻ ആയിരുന്നു. ഈ ഒരു അവസ്ഥ എപ്പോഴും അവർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പം അതിനുശേഷമാണ് മറ്റൊരു ഫാമിലിയും കൂടി അങ്ങോട്ട് വരുന്നത്. അവിടെ ഒരു പീറ്റർ എന്ന് പറയുന്ന 16-കാരനോടൊപ്പം രണ്ടുപേരും കൂടി വരുന്നു. അവര് ഭയങ്കര കലഹപ്രിയരായിരുന്നു എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും പല രീതിയിലും ഇവളെ ഉപദേശിക്കുകയും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്റെ മകളായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു വളർത്തിയേനെ എന്നൊക്കെ എപ്പോഴും അവർ പറയുമായിരുന്നു പീറ്ററുടെ അമ്മ. ആ സമയത്ത് അതിനുശേഷം പിന്നീട് ഒരു ഓട്ടോ ഫ്രാങ്കും ഭാര്യയും മൂത്ത മകളും ഒരു റൂമിലും ഇവളൊരു മറ്റു കൊച്ചു റൂമിലുമായിരുന്നു താമസിച്ചിരുന്നത്. അവിടേക്ക് ഒരു ഡോക്ടർ വരുന്നു. ഇവരുടെ ദന്തിഷ്ഠായ ഡോക്ടറും കൂടി അവിടേക്ക് താമസിക്കാൻ വരുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ നല്ല മനുഷ്യനായിരുന്നുവെങ്കിലും പിന്നീട് ഉപദേശിക്കാൻ തുടങ്ങിയ സമയത്ത് അവൾക്ക് വളരെയധികം വിഷമവും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അയാളുടെ രാവിലെ ഒരു 2-3 മണിക്കൂർ വ്യായാമം ചെയ്യുന്നത് വളരെയധികം വെറുപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അപരിമിതമായ സാഹചര്യങ്ങളിൽ കൂട്ടിലടക്കപ്പെട്ട കിളികളെ പോലെ ഇവരിങ്ങനെ പുറത്തേക്ക് ചെറിയ ഒരു കാലാവസ്ഥകൾ മാറി മറിയുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ കുട്ടിയുടെ വ്യഹുലതകളിലൂടെയാണ് ശരിക്കും ഇത് കടന്നു പോകുന്നത്. അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് ഇവർ വരുന്നതിന് ശേഷം ഇവർക്ക് കറക്റ്റായിട്ട് ഈ ഡോക്ടർ എപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവസാനം ഓട്ടോ ഫ്രാങ്കിന് ഇവരുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവളുടെ ഡയറി എഴുതാൻ വേണ്ടി മേശ വിട്ടു തരുന്നില്ല, ഡോക്ടർ ആ സ്ഥലത്ത് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഡയറി എഴുതാൻ വേണ്ടി ആഴ്ചയിൽ 2 ദിവസം ഡയറി എഴുതാനുള്ള ഒരു കോംപ്രമൈസിലേക്കൊക്കെ എത്തുകയും അങ്ങനെ ആ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നു. കാരണം പുറമെ അതിനിടയ്ക്ക് ഇവർക്ക് പുറത്തുനിന്ന് ശബ്ദങ്ങളൊക്കെ കേൾക്കാം, അവർ സംസാരിക്കുന്നത് കേൾക്കാം. ആ സമയത്ത് വേറൊരാൾക്ക് അവിടെ തന്നെയുള്ള മറ്റൊരു ജോലിക്കാരന് സംശയം തോന്നി. കാരണം ഇവര് മേലേക്ക് എന്തോ ഇടപാട് നടക്കുന്നുണ്ട്, ഇവിടെ എന്തോ കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ അയാള് മറ്റൊരാളോട് പരാതി പറയുന്ന ഇവർക്ക് ഇതിനുള്ളിൽ നിന്ന് കേൾക്കുകയും ആ സമയത്ത് പിടിക്കപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ഭയങ്കരമായ ഡിപ്രഷനിലേക്ക് പോവുകയും അതിനുവേണ്ടി ടാബ്ലറ്റ് എടുക്കേണ്ട അവസ്ഥ വരെ ആൻ ഫ്രാങ്കിന് വന്നിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു ദിവസങ്ങൾ ഇങ്ങനെ ആ ഒരു പരിമിതമായി പകൽ സമയത്ത് സംസാരിക്കാൻ സാധിക്കാതെ പുറമേക്ക് നോക്കിക്കൊണ്ട് പകൽ വായിക്കാനും പഠിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെയാണ് അവർ സമയം ചെലവഴിച്ചിരുന്നത്. വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന BBC ന്യൂസ് മാത്രമാണ് ഒരു സഹായമായി വന്നത്. ആ BBC ന്യൂസിൽ വരുന്ന പല കാര്യങ്ങളും കേട്ടുകൊണ്ട് ആൻ ഫ്രാങ്ക് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോയത്. കാരണം ബ്രിട്ടൻ ജർമ്മനിയെ കീഴടക്കുമെന്നും ഒരു കാലത്ത് നമുക്ക് മോചിപ്പിക്കപ്പെടാൻ പറ്റുമെന്നും ആ ഒരു മനോഹരമായ സ്വപ്നങ്ങളിലൂടെയൊക്കെ അവൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അതിനുശേഷമാണ് നമ്മുടെ ഡോക്ടർക്ക് ഒരാഗ്രഹം തോന്നുന്നു, അദ്ദേഹത്തിന് ഒരു ആത്മകഥ, മുസോളിനിയുടെ ആത്മകഥ എന്ന് കിട്ടുമോ, ബുക്ക് വായിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ച്. അന്ന് ആ പുസ്തകം നിയമപരമല്ല കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സമയത്ത് ഒരു പോലീസുകാരനായി ബൈക്കിലിടിക്കുകയും അദ്ദേഹത്തിന്റെ കാലിന് കൊണ്ടുവന്ന അവിടെ തന്നെ ജോലിക്കാരന് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ആ പുസ്തകം എത്തുകയൊക്കെ ചെയ്തു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഡോക്ടർ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയും. ഇവരെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ആയ സമയത്ത് ഇവരുടെ പൈസയൊക്കെ ഏകദേശം തീർന്നു. പിന്നെ പലപ്പോഴും പല വിലപിടിപ്പുള്ള സാധനങ്ങളും പുറത്തു കൊടുത്തു വിറ്റ്, അത് കമ്പിളിപ്പുതപ്പ്, പീറ്ററിന്റെ സൈക്കിള്, ഇതെല്ലാം വിറ്റിട്ടാണ് അവര് ഭക്ഷണത്തിനുള്ള ഇത് തേടിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ആൻ ഫ്രാങ്കിന്റെ ഡയറിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കൗമാരക്കാരിക്ക് ആദ്യം പീറ്ററിനോട് തോന്നുന്ന പ്രണയവും അവള് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ പീറ്റർ കവിളിൽ തലോടുന്നത് അവൾക്ക് വിഷമമായിരുന്നു എന്ന് അമ്മയോട് പരാതി പറഞ്ഞു. പക്ഷെ ആ ഏകാന്തതയിൽ അവനുമായിട്ടുള്ള സൗഹൃദം അവളില് ഒരു പ്രതീക്ഷയുടെ ഒരു പുതിയ ലോകം. ആദ്യം അവൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, മാർഗരറ്റിനോടാണോ ഇഷ്ടമെന്ന്. അവൾക്ക് അവന്റെ നോട്ടങ്ങളിൽ നിന്നും ഒക്കെ ആദ്യമായിട്ട് അവന്റെ നോട്ടം തട്ടിയ സമയത്ത് ഒരു തീപ്പൊരി ഉണ്ടായി എന്നൊക്കെ ആണ് പറയുന്നത്. ആ രീതിയിൽ ഒരു കൗമാരക്കാരിയുടേതായ വിഹുലതകളും അതിൽ എഴുതിയിട്ടുണ്ട്. അതായത് പിന്നീട് 1 വർഷത്തിന് ശേഷം വീണ്ടും എന്റെ ജന്മദിനം ഇവിടെ ആഘോഷിക്കുകയാണ്. ഈ ജന്മദിനത്തിന് എനിക്ക് അച്ഛൻ സമ്മാനമായി തന്നത്
പോയോ? അയാൾ കട്ടായ മാതിരിയാ തോന്നുന്നു. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന് ഒരു മിനിറ്റ് കയറി വരും മൊബൈലിൽ. രജിസ്റ്റർ ആൻ ഫ്രാങ്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആൻ ഫ്രാങ്കിന്റെ ഡയറക്ട് ബുക്കുകൾ വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതുപോലെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഫ്രാങ്കിലല്ല, നമ്മുടെ ഡീട്രിച്ച് ബോൺഹോഫർ എന്ന് പറഞ്ഞൊരു ഇതുപോലെ അവിടെ തന്നെ പുള്ളിയും ഒരു യഹൂദനായിരുന്നു, പക്ഷേ പുള്ളി ക്രിസ്ത്യനായിരുന്നു. ഈ ഹിറ്റ്ലറിന്റെ ഈ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് അദ്ദേഹം അമേരിക്കയിലുള്ള ഒരു തിയോളജിക്കൽ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം ജാതി 60 കോടി യഹൂദന്മാരെ കൊല്ലുന്നു എന്നറിഞ്ഞ അദ്ദേഹം അന്നേരം തന്നെ ഇവിടുന്ന് ജർമ്മനിയിലേക്ക് വരികയാണ്. കാരണം സ്വന്തം ജനത്തെ ഇതുപോലെ കൊല്ലുന്ന ഹിറ്റ്ലറിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി. എന്നിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾസ്. അത് അദ്ദേഹം ക്രിസ്ത്യനായിരുന്നെങ്കിൽ പോലും യഹൂദന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ തിരിച്ച് ജർമ്മനിയിലേക്ക് വന്നു. ഇവിടെ വന്ന് അദ്ദേഹം ഹിറ്റ്ലറിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത് ഏതാണ്ട് അദ്ദേഹത്തെ പ്രിസണിൽ പിടിച്ചിട്ടു. അദ്ദേഹത്തെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൂക്കിലിട്ടു. ആ തൂക്കിലിട്ടതിന്റെ അടുത്ത ദിവസം ഹിറ്റ്ലർ തോൽക്കപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന രക്തസാക്ഷിത്വം ഉണ്ടായത്. അദ്ദേഹത്തെ ഈ ഡീട്രിച്ച് ബോൺഹോഫർ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം തന്റെ സ്വന്തം ജനം ഇതുപോലെ കൊല്ലപ്പെടുന്നു പറഞ്ഞപ്പോൾ അമേരിക്കയിലെ അമേരിക്കയിൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് യാതൊരു പ്രശ്നമില്ലാതെ കഴിയാമായിരുന്നു. എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പോകരുത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. സ്വന്തം ജീവനെ പോലെ നഷ്ടപ്പെടുത്താൻ തയ്യാറായി അദ്ദേഹം സ്വന്തം ജനത്തിനെ രക്ഷിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ജർമ്മനിയിലേക്ക് വരികയും അവസാനം ഹിറ്റ്ലർ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ താഴെ വീണു. അത് വലിയൊരു റിസ്ക് ആണ് അദ്ദേഹം എടുത്തത്. വന്നിട്ടുണ്ടേ. ഓക്കെ സാർ, ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആ, പറഞ്ഞു. അപ്പം ഓക്കെ, ഈ ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഈ എൻഡില്, അതായത് ഈ പെൺകുട്ടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. കാരണം ഒരു വലിയ സമ്മാനത്തിന്റെ പറഞ്ഞില്ലേ സാറേ, അച്ഛൻ ജന്മദിനത്തിന് സമ്മാനം കൊടുത്ത എന്താണ്? ജന്മദിനത്തിന് സമ്മാനമായി കൊടുത്തത് ഒരു കവിതയാണ് എന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഇതെല്ലാം BBC ന്യൂസിലൂടെ ഇവരിങ്ങനെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന സമയത്താണ്, അതായത് കുറച്ചു കാലം കൂടി അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ ദുരന്തം ഒഴിവാകുമായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ആരോ ഒറ്റിയതാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് അറിയില്ല. ആ സമയത്ത് ഇത്തരത്തിൽ ഒളിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് വിവരം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു സർക്കാർ. ആ സമയത്ത് ആരാണെന്ന് അറിയില്ല, പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്തു. കാരണം ഈ ഒരു ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരിക്കൽ കള്ളൻ കയറിയിരുന്നു. ഇതിനുള്ളിലേക്ക് കള്ളൻ കയറുമ്പോൾ കള്ളൻ അവിടുന്ന് പൈസ എടുക്കുന്നതും പഞ്ചസാരയുടെ കൂപ്പണുകളെല്ലാം എടുക്കുന്നതെല്ലാം തന്നെ ശ്വാസം അടക്കി പിടിച്ച് ഇവർക്ക് കണ്ടു നിൽക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അവരെ കണ്ടെത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അത് സംഭവിക്കുക തന്നെ ചെയ്തു. ഒരു ദിവസം ഒരു 4 പോലീസുകാർ പെട്ടെന്ന് അതിവേഗം ആ സമയത്ത് പീറ്ററിന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി പീറ്ററുടെ റൂമിലായിരുന്നു ഓട്ടോ ഫ്രാങ്ക് ഉണ്ടായിരുന്നത്. അമ്മയോടൊപ്പമായിരുന്നു 2 പെൺകുട്ടികളും താഴെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്തോ ഒരു ബഹളം നടക്കുന്നത് കേട്ടു. പെട്ടെന്ന് തന്നെ പോലീസുകാർ നേരെ വരികയും ഇവരെ സഹായിക്കുന്ന ആളുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് എവിടെയാണ് അവർ ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഇത് താഴെ എന്തോ സംഭവിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. കാരണം അവര് ഒരിക്കൽ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. പക്ഷെ അത് ഇത്ര പെട്ടെന്നാവും അല്ലെങ്കിൽ ആ ഒരു കാര്യം സംഭവിക്കുക തന്നെ ചെയ്തു. താഴെ നിന്ന് കോണിപ്പടികൾ ചവിട്ടുന്ന ഒച്ച കേട്ടു. പെട്ടെന്ന് തന്നെ ഇവര് റൂമിനുള്ളിലേക്ക് ഷെൽഫ് മാറ്റി അതിനുള്ള ആ രഹസ്യ ഡോർ കണ്ടെത്തി പോലീസുകാർ ഉള്ളിലേക്ക് കയറുകയും എല്ലാം തന്നെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ സമയത്ത് എല്ലാവരും തന്നെ ചവിട്ടി ഇടിച്ച് അവർ പുറത്തേക്ക് എടുത്തു.
ആ സമയത്ത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ, രേഖകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് ഇടുന്നതിന് വേണ്ടി ഈ ആൻ ഫ്രാങ്കിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു തന്റെ ഡയറി മറ്റുള്ളവർ വായിക്കുമോ, അത് രഹസ്യമായി വെക്കാൻ പറ്റില്ല എന്നിട്ട് ചെറിയൊരു പെട്ടി പോലെ ഒരു സാധനം അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സാധനം ഈ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്, ഫയലുകളും പൈസയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോലീസുകാര് ആൻ ഫ്രാങ്കിന്റെ ഡയറിയും ഈ കടലാസെല്ലാം ആ തറയിലേക്ക് ഇട്ടു. അപ്പൊ അതിനുശേഷം പിന്നീട് ഇവര് പോയതിനു ശേഷം അതെടുത്ത് വെച്ചിട്ടാണ് അത് പിന്നീട് ലോകത്തിലേക്ക് ഈ ഒരു ക്രൂരതകളും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് ശരിക്കും ഒരു അനശ്വരിയായിട്ട് തന്നെയാണ് തുടരുന്നത്. കാരണം നമുക്ക് അവരുടെ എൻഡിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കണ്ണുനീരോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ. അവിടുന്ന് പിടിക്കപ്പെട്ടതിന് ശേഷം അവരെ എല്ലാവരെയും കൂടി ഏകദേശം 1700ഓളം ആളുകളെ പിടിക്കപ്പെട്ടവരെല്ലാം കൂടി ഒരു ട്രെയിനിനുള്ളിലേക്ക് കുത്തി നിറച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു. അപ്പോഴും അച്ഛന്റെ അടുത്ത് ആൻ ഫ്രാങ്കിന് 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അച്ഛൻ പോയത്. എവിടെ വരെ എന്ന് ചോദിച്ചാൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എടുത്തെത്തുന്നവരെ. അതിനുശേഷം അവർക്ക് പ്രത്യേകം ഡ്രസ്സ് ഇടിയിപ്പിച്ചു, തല മൊട്ടയടിച്ച് 2 പേര്, ആണുങ്ങളെ വേറെ പെണ്ണുങ്ങളെ വേറെ വിഭാഗത്തിലേക്ക് ആക്കിയാണ്. അപ്പം അവസാനമായിട്ട് അച്ഛന്റെ അടുത്ത് നിന്ന് വേർപിരിഞ്ഞു പോകുന്ന അതിനുശേഷം പിന്നീട് ഒരിക്കലും കാണുന്നില്ല. നേരെ പോകുന്നു, ഇവര് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് എത്തുന്നു. അമ്മയിൽ നിന്നും വേർപിരിക്കുന്നുണ്ട് ഈ കുട്ടികളെ. അതിനുശേഷം ചേച്ചി അനിയത്തിയും തന്നെയാണ് ടൈഫോയിഡ് പിടിച്ച് അവസാനം അവരുടെ അന്ത്യം എന്ന് പറഞ്ഞാൽ ടൈഫോയിഡ് പിടിച്ചെങ്കിൽ പോലും മരുന്ന് കൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. കാരണം ആ ഒരു ടൈഫോയിഡിലൂടെ ഒട്ടനവധി ആളുകൾ ആ സമയത്ത് മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ചേച്ചിയും അനിയത്തിയും ടൈഫോയിഡ് പിടിച്ചിങ്ങനെ വിറങ്ങലിച്ച് കിടക്കുന്ന സമയത്ത് ചേച്ചി മേലത്തെ ബർത്തിലാണ് കിടന്നിരുന്നത്, തൊട്ട് താഴെയാണ്. ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്ന് പിടഞ്ഞ് മാർഗരറ്റ് താഴെ വീഴുന്ന സമയത്ത് ആണ് മാർഗരറ്റ് അത്യാസന്ന നിലയിലാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് മാർഗരറ്റ് പിടഞ്ഞ് അവസാനം ഇവരുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ കരയാൻ വേണ്ടി ശബ്ദം പോലും കിട്ടാത്ത അവസ്ഥയിൽ അത്രമാത്രം അവശതയിലായിരുന്നു ആൻ ഫ്രാങ്ക് ഉണ്ടായിരുന്നത്. അപ്പം ആ രീതിയിലൂടെ കടന്നുപോയി ആൻ ഫ്രാങ്കും അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നും പിന്നീട് ബ്രിട്ടീഷുകാർ വരികയും രക്ഷപ്പെടുത്തുകയും ചെയ്ത സമയത്ത് ഓട്ടോ ഫ്രാങ്ക് മാത്രമാണ് രക്ഷപ്പെട്ടത്. നമ്മുടെ ആൻ ഫ്രാങ്കിന്റെ സ്വപ്നങ്ങളിലെ, അതായത് പീറ്റർ മരിച്ചതുപോലും ആൻ ഫ്രാങ്കിന് അറിയില്ലായിരുന്നു. ആൻ ഫ്രാങ്കും വേറെയായിരുന്നു. അതായത് ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഭീകരതയും ഈ ഒരു കാലഘട്ടത്തിലൂടെ അനുഭവിച്ചു വന്ന ഒരു പെൺകുട്ടിയുടെ, ഒരു 13കാരിയുടെ 15 വയസ്സിനിടയ്ക്കുള്ള ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വിവിധ തരം ചിന്തകളെ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. കാരണം നമ്മളൊക്കെ എത്രമാത്രം സൗഭാഗ്യങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെയാണ് ജീവിക്കുന്നത്. ശരിക്കും യുദ്ധം ഇപ്പം ഗസയിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു യുദ്ധം റഷ്യയിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ എല്ലാം ഇപ്പൊ പുറം ലോകം അറിയില്ല, പുറം ലോകത്തിന് വ്യക്തമായിട്ട് ദിശയില്ല. ഇതൊക്കെ ഒരു ദിവസം പുറത്തു വരുന്ന സമയത്തായിരിക്കും. ആ ഒരു 2ാം ലോക മഹായുദ്ധത്തിന്റെ ആ സമയത്ത് ജൂതര് അനുഭവിച്ചിരുന്ന കൊടിയ പീഡനങ്ങളെ കുറിച്ച് ആൻ ഫ്രാങ്കിന്റെ പുസ്തകത്തിലൂടെയാണ് അത് ഏകദേശം 70ലധികം ഭാഷകളിലേക്ക് ബ്രെയിൻ ലിപിയിലടക്കം വിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ടോപ്പ് 10 ബെസ്റ്റ് സെല്ലിംഗ് ബുക്കുകളിൽ ഇടം പിടിച്ച ഒരു പുസ്തകമാണ്. കാരണം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ആൻ ഫ്രാങ്കും അമ്മയുമായുള്ള ഒരു സംഭാഷണത്തിൽ പോലും ആ കുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മകളെ, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നീ മറ്റുള്ള വലിയ വിഷമങ്ങൾ, നമ്മളെക്കാൾ വിഷമം അനുഭവിക്കുന്ന മറ്റു മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ വിഷമം കുറയും എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം അവൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവൾ പറയുന്നത് അങ്ങനെയല്ല, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എനിക്ക് വിഷമം വരുന്ന സമയത്ത് പുറത്തേക്കൊന്ന് ഇറങ്ങുക, എന്നിട്ട് ഇളം വെയിലൊന്ന് കൊള്ളുക, ആ കാറ്റിനെ ഒന്ന് മനസ്സിലാക്കുക, പ്രകൃതിയെ ഒന്ന് നോക്കുക. ആ നോക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് മൈൻഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഈ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അത്തരത്തില് ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു വ്യക്തമായ ആ ഒരു സംവാദമാണ് നടക്കുന്നത്. അതായത് തന്റെ കൂട്ടുകാരനോട്, അതായത് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കിറ്റിയോട് ആ പുസ്തകത്തിലൂടെ അവള് ഓരോ കാര്യങ്ങളെ കുറിച്ചും തന്റെ ചിന്തകളെ എഴുതുകയും അതിനുശേഷം അവൾ പിന്നീട് വായിച്ചു നോക്കിയിട്ട് അതിൽ തിരുത്തി പല കാര്യങ്ങളും എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ടീനേജുകാരന്റെ പിതാവ് എന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജിലാണുള്ളത്. 18-19 വയസ്സാണ് ആവറേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റുമുള്ള കൗമാരക്കാരുടെ അവരുടെ ചിന്തകളെ,
അവരുടെ ഭാവനകളെ ക്രിയേറ്റീവിറ്റിയിലൂടെ ക്രിയേറ്റീവ് ആ തോട്ടിനെ നമുക്ക് തിരിച്ചറിയാനും അവരെ മനസ്സിലാക്കാനും ഓരോ മാതാപിതാക്കൾക്കും കഴിയട്ടെ. ഈ കുട്ടിയുടെ ചിന്ത വരച്ചതുകൊണ്ട് നമ്മുടെ എല്ലാം മക്കളുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ലോകത്തെ നോക്കിക്കാണുന്ന നല്ല ചിന്തകളുണ്ട്. ആ ചിന്തകളെല്ലാം തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ഡിസ്കഷനിലേക്ക് പോകണം. സർ കേൾക്കുന്നുണ്ടോ? ഓക്കെ സുജിത്, താങ്ക് യു. തീർച്ചയായിട്ടും ആൻ ഫ്രാങ്കിന്റെ ഇന്നർ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചാണ് 70-ൽ പരം ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആ ഒരു കൺഫൈൻമെന്റിലും ആ ഒരു ഡിപ്രൈവേഷന്റെ ടൈമിലും ഒക്കെ എങ്ങനെയാണ് വളരെ പോസിറ്റീവ് ഒരു ഹോപ്പ്, അതുപോലെ തന്നെ ഫിയറിനെ ഹോപ്പാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് ആ സമയത്ത് എങ്ങനെ മാറി എന്നുള്ള ഒരു വലിയ വിശകലനമാണ്. എനിക്കറിയാം, നമുക്ക് വിക്ടർ ഫ്രാങ്കിളിന്റെ കാലഘട്ടമാണെങ്കിൽ ആ കാലഘട്ടവും ഈ കാലഘട്ടവും ഒരുപോലെയാണ്. അദ്ദേഹത്തിന്റെ ശേഷം പ്രത്യേകിച്ച് നമ്മുടെ സൈക്കോളജിയുടെ തലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അനാലിസിസിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനൊക്കെ കിട്ടുന്ന ഇമ്പോർട്ടൻസ് എല്ലാം വിക്ടർ ഫ്രാങ്കിളിന്റെ മാൻ സെർച്ച് ഫോർ ദ മീനിങ് ആണെങ്കിലും ആൻ ഫ്രാങ്കിന്റെ ഈ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവരുടെ എഴുത്തുകളാണെങ്കിലും ഒക്കെ വളരെയധികം കാലിക പ്രസക്തി നേടിത്തന്നു എന്നുള്ളതും ഇന്നർ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഇപ്പം സുജിത് പറഞ്ഞ പോലെ സുഹൃത്തിന് എഴുതിയ എഴുത്തുകൾ എത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ മുന്നോട്ട് പോകാൻ ആ പരിതാപകരമായ അവസ്ഥയിൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇങ്ങനൊരു അവസ്ഥ. കാരണം മുന്നോട്ട് ഈ പറയുന്ന ഹോളോകോസ്റ്റിൽ വരുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഉണ്ടാകുന്ന അത്ര മോശകരമായ അവസ്ഥകളിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് എനർജി നൽകി. അതെങ്ങനെ സ്വീകരിക്കപ്പെട്ടു, പ്രത്യേകിച്ച് ഈ ടീനേജ് വയസ്സുള്ള കുട്ടി എന്നുള്ളത് ആ കൃതി വായിക്കും അല്ലെങ്കിൽ ആ എഴുത്തുകൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പുതിയൊരു അനുഭവമായി മാറും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു വായിക്കാൻ നമ്മളൊരു ശ്രദ്ധ വേണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓഡിയോ ബുക്ക് വരെ അവൈലബിൾ ആണ്. ഓഡിയോ ബുക്ക് വളരെ ചെറിയ എമൗണ്ടിൽ നമുക്കത് വായിക്കാനും സാധിക്കും. അതൊരു വലിയ അനുഭവം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കടന്നു പോകാൻ കുക്കു എഫ്എമ്മില് അത് അവൈലബിൾ ആണ്. ഞാനും കേട്ടിട്ടുണ്ട്. 33 രൂപയാണ്. 33 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബുക്ക് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. റീഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ആ സാഹചര്യങ്ങൾ, അതിന്റെ ഒരു പെർസെന്റേജ് പോലും സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സത്യത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. വിക്ടർ ഫ്രാങ്കിളാണെങ്കിലും എക്സിസ്റ്റൻസ് തെറാപ്പി എന്ന് പറയുന്ന ലോഗോതെറാപ്പിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള അനുഭവങ്ങളും വിചാരങ്ങളും ഒക്കെ ആയിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഡിപ്രസീവ് മൈൻഡിലേക്ക് പോകുന്നതിന് പകരം എല്ലാ സാധ്യതകളിലും ഹോപ്പ് കണ്ടെത്തുന്ന ഒരു വലിയ മനോഭാവം, അതിന്റെ ഒരു രണ്ടാമത്തെ എക്സാമ്പിളാണ് ആൻ ഫ്രാങ്കിന്റെ. സോ താങ്ക് യു സുജിത്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഡയറക്ട് കുറിപ്പുകളുടെ കണ്ടന്റിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, രാജു സാർ എന്താ പറഞ്ഞ് നിർത്തിയിരുന്നു? എന്തെങ്കിലും കണ്ടിന്യൂ കേൾക്കുന്നത് സാർ? അൺമ്യൂട്ട് ചെയ്യും. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് 1921 ഇവിടെ നമ്മുടെ തിരൂര് വാഗൻ ട്രാജഡി ഉണ്ടായില്ലേ? വാഗൻ ട്രാജഡി, അതായത് ബ്രിട്ടീഷുകാര് കുറെ ആൾക്കാരെ കുത്തി നിറച്ചുകൊണ്ട് ആ ട്രെയിന് മാംഗ്ലൂരിലേക്കാണ്. മാംഗ്ലൂരിൽ ചെന്നപ്പോഴത്തേക്ക് അതിൽ മുക്കാൽ ലക്ഷം ആൾക്കാർ മരിച്ചുപോയി. ഇങ്ങനെ ഈ പറയുന്ന എന്നാ പറയുന്നത്, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതേ അനുഭവമാണ്. ഇത്ര ഭൂരിപക്ഷം ആൾക്കാർ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മെമ്മോറിയൽ തിരൂരുണ്ട്. ഞാൻ തിരൂർ കഴിഞ്ഞ 2 വർഷം മുമ്പ് എൻ്റെ നീസ് അവിടെ താമസിക്കുന്നുണ്ട്. നീസിന്റെ നെവി അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ പോയി അവിടെ എൻ്റെ തൊട്ടടുത്ത ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. വാഗൻ ട്രാജഡിക്ക് മെമ്മോറിയലായിട്ട് അതേ ഒരു വാഗൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്ന് എനിക്ക് ഓർമ്മ വന്ന അതാണ് ഈ പറയുന്ന ഹോളോകോസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന വാഗൻ ട്രാജഡി, കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ വ്യക്തി വേറെ ആളാണ്. അദ്ദേഹം ഇതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. എന്നാൽ അമേരിക്കയിലെ തന്റെ എല്ലാ സുരക്ഷയും നഷ്ടപ്പെടുത്തി അദ്ദേഹം തന്റെ സ്വന്തം ജനത്തിനെ ഹിറ്റ്ലർ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജർമ്മനിയിൽ വന്ന ഹിറ്റ്ലറിനെതിരെ വർഷങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് അവസാന നിമിഷം അദ്ദേഹം പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിനെ ഈ പറയുന്നതായ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടിട്ട് അദ്ദേഹത്തെ ഇതുപോലെ തന്നെ തൂക്കിക്കൊന്നതിന്റെ അടുത്ത ദിവസം ഹിറ്റ്ലർ വീണു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ
എന്ന വീഴ്ചയ്ക്ക് ഒരു കാരണമായിരുന്നു. അദ്ദേഹം ഇതുപോലെ അവിടെ ഇരുന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്. പുസ്തകം വളരെ ഫേമസ് ആണ്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾസ്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. കാരണം ജൂ ആയിരുന്നു, അതേസമയം ക്രിസ്ത്യനായിട്ട് മാറിയ ആളാണ്. അതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റിന്റെ ഡിസൈപ്പിൾ ആകണമെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ട്, അതിനൊരു വില നമ്മൾ കൊടുക്കണം. ചുമ്മാതെ ഇരുന്നുകൊണ്ട് ഞാൻ ജീസസ് ക്രൈസ്റ്റിന്റെ ശിഷ്യനാണ്. കാരണം ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് ആരെങ്കിലും എന്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ചാൽ എന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക എന്നാണ്. കുരിശ് എന്ന് പറയുന്നത് ഈ പറയുന്നതായിട്ടുള്ള സാക്രിഫൈസ് ആണ്. അതാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തതാണ്. അദ്ദേഹം സ്വന്തം ജീവൻ ബലി കഴിച്ചു ഈ അവിടെ ഉള്ളതായിട്ടുള്ള ഈ വീറ്റ്ലറിന്റെ പ്രധാനത്തിന് വേണ്ടി. ഇതേപോലെ ഒരു സംഭവമാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾസ്. ആ പുസ്തകം വളരെയധികം ഫേമസ് ആണ്, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾസ്. ഈ വാഗൺ ട്രാജഡി എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നടന്ന ഇതാണ്. 4 വർഷക്കാലത്തെ ഒരു സഫറിംഗ്. 4 വർഷത്തിലധികം സഫറിങ്സിലൂടെയാണ് ഹോളോകോസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നടക്കുന്നത്. ആ കാലഘട്ടം മുഴുവൻ ഇതുപോലത്തെ. ഈ 4 വർഷക്കാലം ഈ കുട്ടി ഈ പറയുന്ന വ്യതകൾ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ. വാഗൺ ട്രാജഡി വെച്ചാൽ വളരെ ക്വിക്കായിട്ട് നടന്ന ഒരു കാര്യമാണ്. വിത്തിൻ ഡേയ്സിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് വരുത്തുന്ന ആഗ്നി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല എന്നുള്ളതാണ് എന്റെ പ്രത്യേകം. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും റോയ്സ്, സുജിത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, അനുവിത. ഇപ്പം ശരിക്കും ഹലോ, പറയട്ടെ ഒരു സെക്കൻഡ്. അനുവിത പറയും. സുജിത് സർ വളരെ നല്ല രീതിയിൽ ആ പുസ്തകം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഞാൻ 2013 വാങ്ങിച്ച പുസ്തകമാണ്, പക്ഷെ അത് വായിച്ചിട്ടില്ല. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് സാർ അത് കഥ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു സാർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ദ ബോയ് ഇൻ സ്ട്രൈപ്ഡ് പൈജാമാസ് എന്ന് പറഞ്ഞിട്ട്. അത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പില് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതൊരു പുസ്തകമായിരുന്നു, അത് സിനിമയാക്കി മാറ്റിയതാണ്. അപ്പൊ അതില് ഒരു അവിടെ ഒരു മേജർ ആയിട്ട് മറ്റോ വരുന്ന ഒരു ആളുടെ മകൻ, ആ കുട്ടി ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെടുകയും മറ്റു കുട്ടികളുടെ കൂടെ ഈ ബർണറിൽ വെച്ചിട്ട് അവരെ കത്തിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കത്തിച്ചു പോകുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായി. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു. അപ്പൊ എനിക്കിപ്പോ അത് സാറ് പറഞ്ഞു കേട്ടപ്പോ അത് ഓർമ്മ വന്നു എന്നുള്ളതാണ്. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ് സിനിമ. അപ്പൊ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സിനിമയുടെ പേരെന്താ? ദ ബോയ് ഇൻ സ്ട്രൈപ്ഡ് പൈജാമാസ്. ജോഷി സാർ കേൾക്കുന്നു? ആദ്യം തന്നെ സുജിത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പരന്ന ധാരാളം വായന ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഇത്തരം ലോകോത്തരമായ കാര്യങ്ങൾ വായിക്കാൻ കാണിക്കുന്ന ആ മനസ്സിനെ അഭിനന്ദിക്കാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുക. രണ്ടാമത്, ഏറെ ദൈന്യതയുടെയും വേദനയുടെയും പശ്ചാത്തലത്തിലാണ് ഉത്തമമായ രചനകളും സൃഷ്ടികളും പുറത്ത് വരുന്നത്. അതിനാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കാനായിട്ട് സാധിക്കുക. ലോകത്തിലെക്കാലത്തും ആളുകളുടെ സ്മരണയിൽ വരുന്ന സംഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ജർമ്മനിയിലെ നാസി ക്രൂരത എന്ന് പറയുന്നത്, തടവിലെ ക്രൂരത എന്ന് പറയുന്നത്. അത് വരച്ചു കാട്ടാൻ ഒരു 13 വയസ്സുകാരി അവളുടെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഇത് വർത്തമാനകാലത്തിൽ വായിച്ചെടുക്കുമ്പോൾ ലോകത്തിന് മുഴുവനും, വിശേഷിച്ച് കൗമാര യൗവന പ്രായത്തിലുള്ളവർക്ക് നൽകുന്ന വലിയ സന്ദേശം, കഷ്ടതകളെ സഹിക്കാൻ നമ്മൾ, അല്ലെങ്കിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. കുട്ടികൾ വളരെ അധികം കാര്യങ്ങളിൽ പ്രാവീണ്യം നേടുന്നുണ്ട്. പക്ഷേ കഷ്ടപ്പാടുകളെ സഹിക്കാനായിട്ട് എത്രമാത്രം തയ്യാറാകുന്നുണ്ട്? അതിന് കുട്ടികളല്ല യഥാർത്ഥത്തിൽ കുറ്റക്കാരാകുന്നത്. സ്വാഭാവികമായും ഏറ്റെടുക്കേണ്ടതായി വരുന്ന ചെറിയ കഷ്ടങ്ങളെ പോലും പേരൻസ് ഏറ്റെടുപ്പിക്കുന്നില്ല.
അതിൻ്റെതായ ഒരുപാട് തരം ദുരന്തങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. അതിലേക്കൊക്കെ ഉള്ള ഒരു ദിശയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരം പുസ്തകങ്ങളും ഇത്തരം സംഭവങ്ങളും കഥകളും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ പാഠപുസ്തകത്തോടൊപ്പം ഒരു നോൺ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ പഠന അനുബന്ധമായിട്ട് ഒക്കെ പഠിക്കാൻ വായിക്കാനൊക്കെ പ്രേരിപ്പിക്കേണ്ടതാണ്. ഇന്ന് അതിൻ്റെയും രംഗം വളരെ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പഠിക്കാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. കുഞ്ഞു ക്ലാസ്സിൽ തന്നെ കമ്പ്യൂട്ടറും വലിയ 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 കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിന് കരുത്ത് പകരുന്ന ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട്. നമ്മളെ പോലെയുള്ള ആളുകൾ, 50 വയസ്സിന് മുകളിലൊക്കെ ഉള്ള ആളുകൾ, നമ്മൾ ജീവിതത്തിന്റെ കുറെ അധികം രണ്ട് ഭാഗങ്ങളും കണ്ടിരിക്കുന്നത് കൊണ്ട് കുറെ അധികം ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു പിന്നെ ഒരു സ്വീകാര്യത മനസ്സിൽ തോന്നുന്നു. എങ്കിലും നമ്മളും ഇതൊക്കെ അനുഭവിച്ചവരാണെങ്കിൽ മക്കളിലേക്ക് ഇത് ഈ രീതിയിൽ ഈ വികാരം പകരാനായിട്ട്, അവരെ കഷ്ടപ്പെടുത്തണമെന്നൊന്നും അല്ല, പക്ഷെ ആ വികാരം പകരാനായിട്ട് നമുക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇത്തരം കഥകളൊക്കെ കേൾക്കുമ്പോഴാണ് തോന്നുക. അതായത് നിസ്സാരം ഒരു 1/2 കിലോമീറ്റർ പോലും കുട്ടികള് നടക്കാൻ സന്നദ്ധമാണോ ഇന്ന്? അവർക്ക് വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും, അത് കഴിഞ്ഞ് സ്കൂട്ടറോ ബൈക്കോ വാങ്ങിച്ചു കൊടുക്കും. പിന്നീട് അവര് പിന്നെ ഒരു കൗമാരം വിട്ടിട്ട് കഴിയുമ്പോൾ തൊഴിലോ ജോലിയോ ഒക്കെ കിട്ടി പിന്നെ അവരുടെ വഴിയിലായി. അപ്പോൾ ഈ രീതിയിലാണ് കുട്ടികൾ. നമ്മൾ നടന്ന് സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഇന്ന് തൊട്ടടുത്തുള്ള സ്കൂളിലൊന്നും അല്ല നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. എങ്കിലും വീട്ടുവാതുക്കൽ നിന്ന് വണ്ടിക്കകത്തേക്ക് കയറി സ്കൂളിന്റെ പുറത്തേക്ക് കുടഞ്ഞിട്ട് അവിടുന്ന് അതുപോലെ തന്നെ തിരിച്ചു വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുക. അങ്ങനെ പോലും അവർക്ക് അവിടെ അങ്ങനെ ഒന്നും ഒരു നടക്കുന്നതിൻ്റെയോ വണ്ടി കാത്തു നിൽക്കുന്നതിൻ്റെയോ ഒക്കെ ഉള്ള സംഗതികൾ കാണപ്പെടുന്നില്ല. വളരെ അപൂർവമായിട്ട് ഇന്ന് ചില കുട്ടികൾ പൊതുവാഹനത്തിലൊക്കെ കയറി പഠിച്ച് കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. അതെങ്കിലും ഒരു ആശ്വാസം. അത്രയെങ്കിലും ജീവിതം പഠിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കഷ്ടപ്പെടുന്നതിനുള്ള സന്തോഷമല്ല, അങ്ങനെ ജീവിതം പഠിപ്പിക്കാൻ കടകളിൽ, ഒരു ഷോപ്പിൽ, നമ്മുടെ വീട്ടിലെ പലവ്യഞ്ജനം വാങ്ങിക്കാനായിട്ട്, സ്റ്റേഷനറി വാങ്ങാനായിട്ട് കുട്ടികളെ നമ്മൾ വിടാറുണ്ടോ? അതൊക്കെ നമ്മളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മയാണ് ചെയ്യുന്നത്, അല്ലെ അപ്പനാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും അവരെ കൊണ്ട് അല്പം പോലും ക്ലേശം സഹിപ്പിക്കാതെ, ഭക്ഷണമാണെങ്കിൽ വാരിക്കൊടുക്കുന്ന അമ്മമാരെ ഈ കൗമാരത്തിലും വാരിക്കൊടുക്കുക സ്നേഹം കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കൂടെ അവരെ കഷ്ടപ്പെടുത്താതെ, അല്ലെങ്കിൽ വെളുപ്പിനെ എഴുന്നേക്കണ്ട, കുറെ നേരം അവർ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ അതൊക്കെ നന്മയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിൽ പോലും ഇതൊക്കെ വായിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ സഹിച്ച 13 വയസ്സിലും അതൊക്കെ ഒന്ന് എഴുതി പിടിപ്പിക്കാനായിട്ട് അവർ കാണിച്ച ആർജവത്വം, അതാണ് എനിക്ക് ഈ കേൾവിയിലെ വായനയില് ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഉള്ളത് എന്ന് തോന്നിപ്പോകുന്നു. തീർച്ചയായിട്ടും ഉത്തമമായ ഒരു കലാസൃഷ്ടി ഇത്തരത്തിലുള്ളത്. തീർച്ചയായിട്ടും സുജിത്തിന് വീണ്ടും അഭിനന്ദനങ്ങൾ, ഈ പ്ലാറ്റ്ഫോമിന് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സാർ പറഞ്ഞ പോലെ ഇമോഷണൽ, ഈ പറഞ്ഞ പോലെ റെസ്പോൺസ് അല്ലെങ്കിൽ അതിന്റെ ഇൻസ്റ്റബിലിറ്റിക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ്. മോഹൻദാസ് സാർ പറയും. വളരെ നന്നായിരുന്നു സാറേ. ഒരു പുതിയ പുസ്തകം വായിച്ചതിന്റെ ആ രീതി നന്നായിരുന്നു. അതുകൊണ്ട് സാറിന്റെ മുഖം കാണുന്നില്ല. വളരെ കൃത്യമായിട്ട് അനുവാചകരിലേക്ക് അത് പകർത്തി കൊടുക്കാൻ സാധിച്ചു. ഇതിലെ പുള്ളി വിജയിച്ചിട്ടുണ്ട്. ഒരു തടസ്സം ഇല്ലാതെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ആ പുസ്തകം വായിച്ചതിൻ്റെ ഒരു അനുഭൂതി കിട്ടി. വളരെ അഭിനന്ദനാർഹമുള്ള ഒരു കാര്യമാണ്. മോഹൻദാസ് സാർ അടുത്ത ആഴ്ച സാറാണ് കേട്ടോ കഥ പറയുന്നത്. ഇല്ല, ഇതിന്റെ അടുത്ത് നമുക്ക് വരാൻ പറ്റില്ല സാറേ. ഞാൻ കുറെ കഴിയട്ടെ. അത്
ഇത്രയും വളരെ ഇന്റർനാഷണൽ ഇതായിട്ടുള്ള ഇല്ല, ടോപ്പിക്കിൽ ഇന്റർനാഷണൽ ഒന്നുമല്ല, മലയാളം ഏത് വേണമെങ്കിലും ആകാം. നമ്മളെല്ലാവരും സാറേ കഥ പറയും. മലയാളമാ, പല ആഴ്ചകളിലും മലയാളമാണ്. സാറൊരെണ്ണം പറയൂ അടുത്ത ആഴ്ചയിൽ സാറിന്റെ കഥ. ഒരു അരമണിക്കൂർ കൊണ്ട് അവതരിപ്പിക്കുക, അരമണിക്കൂർ നമുക്ക് ചർച്ചയും ചെയ്യാം. സാറ് ജോർജ് സാറുമായിട്ട് സംസാരിച്ചാൽ മതി. അപ്പൊ സാർ അതിന്റെ ക്ലൂ ഒക്കെ പറഞ്ഞു. സാറിന് അറിയാലോ കഥ പറയുന്നത്. ഓക്കെ, വേറെ രമാവതി മാം കേൾക്കുന്നു? മോഹൻ വിൻസെന്റ് സാർ സാർ, സാഹിത്യ നോട്ട്സ്. സാറേ നമസ്കാരം. സുജിത് സാറിനെ കണ്ടിട്ട് കുറെ കാലമല്ല, കുറച്ച് മാറിയിരുന്നായിരുന്നു കഥ കേൾക്കാൻ. സാറിന്റെ കഥക്കെല്ലാം നല്ല പ്രത്യേകത ഉണ്ട്, മറ്റുള്ളവരുടെ കഥയിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഥയൊന്നും ഞാൻ വായിച്ചിട്ടില്ല സാറേ. കാരണം വായിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സാമ്യക്കുറവുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ സാറ് കഥ പറയുമ്പോൾ ശരിക്കും നമ്മള് കഥ വായിക്കുന്നതിനേക്കാളും കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയും. അങ്ങനെയാണ് സാറിന്റെ കഥ അവതരണം. അതിലിപ്പോ സാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പിന്നെ നമ്മുടെ മനസ്സിലുള്ള 3 അവസ്ഥകള്, അതായത് സാധാരണയുള്ള അവസ്ഥ പ്രകടിപ്പിക്കുന്നത്, പിന്നെ അടുത്ത ആളുകളായിട്ട് ഇടപെടുമ്പോഴാണ് നമുക്ക് ദേഷ്യം അതുപോലെ സ്നേഹമൊക്കെ പങ്കിടാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന് മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളെ പറ്റിയിട്ട് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, പക്ഷെ അത് ആരോടും ഷെയർ ചെയ്യില്ല നമ്മള്. അതിൽ പല കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ ഷെയർ ചെയ്യാൻ തയ്യാറായിരിക്കൂല. സാറേ അപ്പം പിന്നെ കഥയില് ഉടനീളം ഒരു ടീനേജ് എന്ന് പറയുമ്പോൾ 13 to 19 ടീൻ വരുന്നത്. അപ്പൊ 13 to 19 ആണ് ടീനേജ്. അപ്പം സാറ് ചോദിച്ചു ഇങ്ങനെയുള്ള കുട്ടികളുണ്ടോന്ന്. അങ്ങനെയുള്ള കുട്ടികളെ വളർത്തിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. 2 കുട്ടികളാണ്. അപ്പൊ അവരുടെ ആ ടീനേജിൽ ഒരുപാട് അവർക്ക് പിന്നെ മോഹങ്ങൾ ഉണ്ടാവും, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവും. അതിനോട് നമ്മളും കൂടിച്ചേർന്നിട്ട് അവരുടെ പറ്റാവുന്ന രീതിയിൽ അവരെ സ്നേഹിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതിന് ആ പ്രായത്തിലാണ് ചിലപ്പം ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളാണ്. അപ്പൊ സ്കൂളിൽ +1 +2 പഠിക്കുന്ന കുട്ടികളാണ്. അവര് കളക്ടറൊന്നുമല്ല. കളക്ടർ ആണെങ്കിൽ കളക്ടറെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് എന്നെ ആരെങ്കിലും അറിയണം എന്നുള്ള രീതിയിലാണ് ചിലപ്പം ഒരു കമ്മലിട്ടിട്ട് പോവുക ആൺകുട്ടികള്, അല്ലെങ്കിൽ കുറെ ജീൻസിൽ കുറെ പോക്കറ്റ് ഉണ്ടാവും. അതുപോലെ അപ്പം മുടി ഇങ്ങനെ കുറെ വളർത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടീനെ അറിയുന്നത് നല്ല മുടി അവനല്ലേ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ടീനേജിലുള്ള ഒറ്റൊരു പ്രശ്നമാണ് അത് കഴിഞ്ഞാൽ അത് തീർന്നു. പിന്നെ സാധാരണ ഒരു കുട്ടിയായിട്ട് മാറുകയാണ് ആ കുട്ടികള്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാർ പറഞ്ഞതില്. അതുപോലെ ഈ കഥയിൽ ഉടനീളം ഉള്ളത്, ഒരു ടീനേജിലുള്ള പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളിങ്ങനെ പാറിപ്പറക്കേണ്ട പ്രായമാണ്. കാരണം വീടുകളിലാണെങ്കിലും അവൾക്ക് പ്രത്യേകിച്ചിട്ട്, നേരത്തെ സാറ് പറഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, ഒന്നിനും ഒരു കുറവില്ല. ആൺകുട്ടികൾ ഇപ്പം സമത്വത്തിന് വേണ്ടി വാദിക്കുന്നതിൽ അതുക്കും മേലെയാണ് പെൺകുട്ടികൾ വളരുന്നത്. എന്തിനും അവിടെ തടസ്സം പറയാറില്ല പാരന്റ്സ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നിന്നും മാറിയിട്ട് ഇതിപ്പം 13-കാരി ഒരു തടവറയിൽ കഴിയുന്ന പോലെ കഴിയുമ്പം അവളുടെ മനസ്സ് വ്യത്യസ്തതയാണ്, മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തതയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾക്കാനും ശ്രദ്ധിക്കാനും. അതാണ് ആ ഒരു റെഡ് ഡയറി കിട്ടിയെന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം. കാരണം എനിക്ക് ഒരുപാട് കുത്തിക്കുറിക്കാൻ പറ്റുമല്ലോ, എനിക്കുള്ള കാര്യങ്ങളിൽ കുത്തിക്കുറിക്കാൻ പറ്റുമല്ലോ എന്നുള്ള. അങ്ങനെ ആ പലായനം, ഹോളിഡേയിലേക്ക് പലായനം ചെയ്തിട്ട് അവിടെ സ്കൂളിങ്ങും പിന്നെ ജ്യൂസ് കട ഇതൊക്കെ സാറ് പറഞ്ഞു. അതിന് 16-കാരിക്ക് ചേച്ചീനെ കൊണ്ടുപോകുമ്പോ മാക്സിമം ഉടുപ്പിടിച്ചു. അതെല്ലാം നമ്മളെ മനസ്സിൽ തട്ടുന്ന ഒരു കാര്യമാണ്. മാക്സിമം ഉടുപ്പിടിച്ചിട്ടാകുമ്പോ ആ കുട്ടിക്ക് വിമ്മിഷ്ടം ഉണ്ടായി അത്രയും ഉടുപ്പിട്ടിട്ടാകുമ്പോ. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പം പീറ്റർ എന്നുള്ള 16-കാരൻ, മറ്റേ 13-കാരി 16-കാരൻ. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതാണ്. എങ്കിലും ആ 16-കാരൻ ഈ കുട്ടീനെ തലോടുമ്പോൾ ആ കുട്ടിക്ക് ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിലെന്തോ കാരണം അത് സ്വാഭാവികമാണ് ആ പ്രായത്തില് ഇങ്ങനെ തൊട്ട് ഉള്ള പിന്നെ ഷെയറിങ് ഇങ്ങനെയെല്ലാം വരും അവിടെ. അതെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പുറത്തു പോകാനുള്ള അനുവാദം പോലും ഇല്ല എന്ന് പറയുമ്പോൾ സൈക്കിള് എടുത്തിട്ട് പോകാനും വാഹനമൊന്നും കൊണ്ടുപോയിക്കൂടാ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വിഷമങ്ങൾ, അപ്പൊ അമ്മ പറയും പിന്നെ വിഷമങ്ങൾ വരുമ്പോ
നീ മറ്റുള്ളത് അധികം വിഷമമുള്ളവരെ വിചാരിക്കാം, അതിലല്ല. അവർക്ക് സന്തോഷം പുറത്തു പോകണം, ഇറങ്ങണം, കാറ്റ് കൊള്ളണം, പ്രകൃതിയായിട്ട് ഇങ്ങനെ ഇടപെടണം, ഇങ്ങനെയുള്ള കാര്യത്തിലാണ്. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു കഥയായിരുന്നു സാറേ, ഞാൻ എൻജോയ് ചെയ്തു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ വന്നത്? വിൻസെന്റ് സാർ? ഇല്ല. ഓക്കെ, സുജിത് സാറേ ഞാൻ വരുമ്പോ സോറി ആ. സാറേ ഞാനേ വന്നപ്പോ നേരം വൈകി കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. സോറി സാറേ. ഓക്കെ, സുജിത്തെ കൺക്ലൂഡ് ചെയ്യൂ. ആ സാറ്, ഇതില് 2-3 വ്യൂ പോയിന്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പുറംലോകവുമായിട്ടുള്ള ബന്ധം നമ്മളെ ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ആയിട്ടുള്ള ഒരു ആശയത്തിലൊരു ഒരു കൺസെപ്റ്റ് ആണ് ഇന്നിപ്പോ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം കേരളത്തിലൊക്കെ വരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിനുള്ളിലേക്ക് മറ്റുള്ള ഇതെല്ലാം കണക്ഷൻ വിട്ടിട്ട് ആളുകളെ നിർത്തിക്കഴിഞ്ഞാല് കുറെ കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, പ്രഷർ കുക്കറിൽ പെട്ട പോലെയാവും. കാരണം അത്രമാത്രം ഇമോഷൻ പ്രശ്നങ്ങൾ വരും. കാരണം ഒരേ മുഖം തന്നെ കാണുന്നു, ഒരേ രീതി വരുന്നു. ആ സമയത്തുണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങളാണ്, അതായത് 28 ദിവസം 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് എക്സ്ട്രീം ലെവലിലേക്ക് പോകും. അതാണ് ശരിക്കും ബിഗ് ബോസിന്റെ ഒരു കൺസെപ്റ്റിലൂടെ ഒക്കെ വരുന്നത്. അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടി എഴുത്തിലൂടെ, അതായത് നമ്മൾ സങ്കല്പ വികല്പ ദൃശ്യ ദർപ്പണ സമാന മനസ്സ് എന്ന് പറയുന്നത് പോലെ, നമ്മളുടെ സങ്കല്പങ്ങളെയും വികല്പങ്ങളെയും ദർപ്പണ സമാനമായി കാണിക്കുന്നത് പോലെ നമുക്ക് ഒരു പിക്ചറൈസേഷൻ പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന, അതായത് എഴുതുന്ന സമയത്ത്, ആ ഡയറി എഴുതുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെ പുറത്തെടുത്ത് അതിനെ വിശകലനം ചെയ്ത് രണ്ടാമത് ഒരിക്കൽ കൂടി വായിക്കുമ്പോൾ റീതിങ്കിങ് ചെയ്യാൻ പറ്റും ഒരു പ്രോസസ്. അതായത് നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ പുറത്തേക്ക് വിടുകയാണ്, നമ്മുടെ തോട്ട് പുറത്തെടുത്ത് അത് നോക്കുന്ന ഒരു വലിയ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ശരിക്കും നമ്മൾ ഇമാജിനേഷൻ ആണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം ഇമാജിനറി ആയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും കാണുന്നത്. അതിൽ പ്രത്യേകിച്ചും ആ BBC ന്യൂസ് കേട്ടിട്ട് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഭാവനയിലൂടെ കണ്ടിട്ട് അതിന്റെ ഒരു മിനിയേച്ചർ ഫോം, ആ ഒരു സാങ്കല്പിക രൂപത്തിലാണ് ചെയ്യുന്നത്. ശരിക്കും എഴുത്ത് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഡയറി എഴുതുക എന്ന് പറയുന്നത്, നമ്മളുടെ പല പ്രശ്നങ്ങളെയും, നമ്മുടെ കുടുംബങ്ങളിലുള്ള പല പ്രശ്നങ്ങളെ, നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ, അതായത് പുറമേ ഉണ്ടാവുന്ന അത്രയും പ്രഷർ കുക്കർ പോലെയുള്ള അവസ്ഥയിൽ നിന്നും ആ ഡയറിയെ ഒരു കൂട്ടുകാരിയായി കണക്കാക്കിക്കൊണ്ട് കിറ്റിയോട് പറയുകയാണ്, അതായത് എന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്താണ് എന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ റിഫ്ലക്ട് ചെയ്യിച്ച് നമ്മൾ തന്നെ വിശകലനം ചെയ്ത് സൊല്യൂഷൻ എടുക്കുന്ന ഒരു സൊല്യൂഷൻ പ്രൊവൈഡിങ് പ്രോസസ് ആണ് എഴുത്ത് എന്ന് പറയുന്നത്. എഴുത്തും വായനയും ഇത് നമ്മുടെ ഭാവനയാണ് ഉണർത്തുന്നത്, കാണുന്നതും കേൾക്കുന്നതും വ്യത്യാസമായിട്ട്. വിഷ്വലൈസേഷൻ അല്ല, ശരിക്കും ഭാവനയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, ഈ ടീനേജിലുള്ള ഏത് കുട്ടികൾക്കും നിങ്ങൾ ഡയറി എഴുതാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. അവർ ഡയറി എഴുതുന്ന സമയത്ത് അവരെ തന്നെ അവർക്ക് നോക്കിക്കണ്ട് അതിനെ വിശകലനം ചെയ്ത് മറ്റൊരു വ്യക്തിയായിട്ട് ഒരു ട്രാൻസ്ഫോമർ ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നിയത് ആ ഒരു കുട്ടി ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അതിജീവിച്ചത് ഈ എഴുത്തിലാണ്. എഴുത്ത് ഡയറി നോക്കുന്നു, തിരുത്തുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അവൾക്ക് ഒരു കണ്ണാടി പോലെ പുറത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ എഫക്റ്റീവാണ്, എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ്. താങ്ക് യു, താങ്ക്സ് ലോട്ട്. സാറ് കേൾക്കുന്നില്ലല്ലോ? താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് വീണ്ടും നാളെ കാണാം. നാളെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ആണ്. ഓക്കെ, താങ്ക് യു സുജിത്. വൺസ് അഗൈൻ താങ്ക് യു ആൻഡ് സീ യു. നമ്മുടെ ഒരു PPTയുടെ വർക്ക്ഷോപ്പ് നാളെ ഉണ്ട്. താല്പര്യമുള്ള ആർക്കും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നാളെ വൈകുന്നേരം 4:30 മുതൽ 5 വരെയും, വൈകുന്നേരം 8:30 മുതൽ 9:30 വരെയും. താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ക്ലാസ് എടുക്കുന്നത് ഞാൻ. ഓക്കെ, സീ യു. PPT അല്ലാതെ പോസ്റ്റർ മേക്കിംഗ് ഉണ്ടോ? പോസ്റ്റർ മേക്കിംഗ് അടുത്ത ഇതിന് ശേഷമുള്ളത് ക്യാൻവ. ഇതില്ല, അടുത്ത നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത വീക്ക്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്.